കെ രമയുടെ വാചകം പ്രസക്തമാണ്. നന്ദി കേരളമേ, 6 റൗണ്ട് ഈ മനുഷ്യനെ പിറകിൽ നിർത്തിയല്ലോ എന്ന് പറയുന്ന കെ രമയുടെ വൈകാരികമായ ഒരു കുറിപ്പ് വന്നത് 4-ാം തീയതിയാണ്. അവരുടെ ഭർത്താവിനെ കണ്ണില്ലാതെ, മൂക്കില്ലാതെ, ചെവിയില്ലാതെ, ചുണ്ടില്ലാതെ അറുത്ത് തറിച്ച് മുറിച്ച് 51 വെട്ടുകൾ വെട്ടി കൊന്ന ആ ചന്ദ്രശേഖരന്റെ വിധവ കേരളത്തിന്റെ മുന്നിൽ ഏറ്റവും വൈകാരികമായി അവതരിപ്പിച്ചത് നന്ദി കേരളം. ഇത് തന്നെയാണ് പ്രഹരം, കേരളത്തിന്റെ പൊതുജനങ്ങൾ കൊടുത്ത പ്രഹരം. തീർച്ചയായും അതിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പാർട്ടിയും മുന്നണിയും എന്നെ നിർത്തിയപ്പോൾ അതിനൊരു ആകാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനമുണ്ട്. തീർച്ചയായും കേരളം മുഴുവൻ അതിനകത്ത് സന്തോഷിക്കുകയാണ്. തല ഉയർത്തിപ്പിടിച്ച് ബഹുമാന്യനായ ശ്രീ വിനു ജോൺ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇന്നലെ റിസൾട്ട് വരുമ്പോൾ തന്നെ പത്രസമ്മേളനം നടത്താൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വലിയ ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് തയ്യാറെടുത്തെന്ന് മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും അറിയിച്ചിട്ട് ആ മാധ്യമ സമ്മേളന സ്ഥലത്തേക്ക് വന്നില്ല എന്ന് മാത്രമല്ല, ഈ പകൽ ഇന്ന് കഴിയുന്ന നിമിഷം വരെയും അദ്ദേഹത്തിന് വായ് തുറന്നൊരക്ഷരം പറയാൻ പറ്റാത്ത തരത്തിൽ അദ്ദേഹത്തിന് സ്ഥിരമായി എഴുതി കൊടുത്ത അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കുന്ന പ്രഭാവർമ്മക്കോ മനോജിനോ നികേഷ് കുമാറിനോ പോലും എഴുതി കൊടുക്കാൻ ക്യാപ്സൂളിന് എന്താ പറയുക മഷി തികയാത്ത തരത്തിൽ, അല്ലെങ്കിൽ അതിന് എന്ത് എഴുതണം എന്ത് പറയണം എന്ന്, കാരണം കേരളം തോറ്റതിനൊരു പക്ഷേ ന്യായീകരണം കണ്ടെത്തിയേക്കാം. പക്ഷേ ഈ 6 റൗണ്ട് ധർമ്മട മണ്ഡലത്തിൽ ഒരിക്കലും UDF ഭരിച്ചിട്ടില്ലാത്ത ചെമ്പിലോട് പഞ്ചായത്തിൽ, ഒരിക്കലും UDF ഭരിച്ചിട്ടില്ലാത്ത അഞ്ചരക്കണ്ടി പഞ്ചായത്തിൽ, ഒരിക്കലും UDF ഭരിച്ചിട്ടില്ലാത്ത ശക്തി ദുർഗമായ അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന 14-ാം വാർഡ് ഉൾപ്പെടുന്ന വേങ്ങാട് പഞ്ചായത്തിൽ ഉൾപ്പെടെ എണ്ണിത്തീരുമ്പോഴും അദ്ദേഹം പിറകിൽ നിന്നതിന് എന്ത് ന്യായീകരണമാണ് ലോകത്തിന്റെ മുന്നിൽ പറയുക? അത് പറയാൻ കഴിയാതെ അദ്ദേഹം രാഷ്ട്രീയപരമായി പരാജയപ്പെട്ട് തലകുനിച്ച് നടക്കുന്ന ഒരു കാഴ്ച അഹങ്കാരത്തോടെ, ധിക്കാരത്തോടെ, ധാർഷ്ട്യത്തോടെ മാത്രം ഈ 10 വർഷക്കാലം നിയമസഭക്കകത്തും പുറത്തും മാധ്യമ പ്രവർത്തകരെ മാത്രമല്ല സകല മനുഷ്യരെയും വെല്ലുവിളിച്ച് ഒരു ബ്രാഞ്ച് സെക്രട്ടറി സഖാവി ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ നീ നിന്റെ വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറഞ്ഞ ധാർഷ്ട്യം നമ്മൾ ഈ പകല് കണ്ടില്ല. ഒരു മാധ്യമ പ്രവർത്തകനോട് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ആ ധാർഷ്ട്യമുണ്ടല്ലോ, ആ ധിക്കാരമുണ്ടല്ലോ, ഈ പകല് നമ്മൾ കണ്ടില്ല. ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ പിണറായി വിജയനെ ലോക മനസാക്ഷിക്ക് വേണ്ടി ധർമ്മടത്തെ ജനാധിപത്യ വിശ്വാസികൾ നിശബ്ദമാക്കിയിട്ടുണ്ട്. തീർച്ചയായും രാഷ്ട്രീയപരമായി അവിടെ വിജയിച്ചു എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പാർട്ടിയുടെ അഭിമാനം, മുന്നണിയുടെ അഭിമാനം ഉയർത്തി, അവിടുത്തെ ജനാധിപത്യ വിശ്വാസികളുടെ അഭിമാനം ഉയർത്തി ലോകത്തിന് മുന്നിൽ അത് പറയാൻ സാധിക്കുന്നത്.